ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാനിറ്ററി കെമിസ്ട്രിയിലെ 10ാമത്തെ മൊഡ്യൂളായിട്ടുള്ള എൻവയോൺമെൻറ്റൽ മൈക്രോബയോളജിയാണ്. ഇന്ന് ഡേ 14. സോ നമ്മുടെ ടോപ്പിക് ഏതൊക്കെയാണ് വരുന്നത്? സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ്, ബയോ റെമഡിയേഷൻ, ബയോ ഫെർട്ടിലൈസേഴ്സ്, സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ, ബയോ ജിയോ കെമിക്കൽ സൈക്കിൾ. അപ്പോൾ ഇത്രയും ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സിലബസ് ഇവിടെ കവർ ചെയ്യുകയാണ്. ഇനി കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനും കൂടി ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എക്സാമിന് അധികമില്ല, എല്ലാവരും വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ പഠിക്കുക. ജൂൺ 13 നമ്മുടെ എക്സാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റാറ്റിക് പൈൽ കമ്പോസ്റ്റിംഗ് മെത്തേഡ് ഈസ് ഓൾസോ കോൾഡ് ആസ് ഓപ്ഷൻസ് വിൻഡോ മെത്തേഡ്, മെക്കാനിക്കൽ പൈൽ മെത്തേഡ്, എയറേറ്റഡ് പൈൽ മെത്തേഡ്, നൺ ഓഫ് ദീസ്. കറക്റ്റ് ആൻസർ വരുന്നത് എയറേറ്റഡ് പൈൽ മെത്തേഡാണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. വിച്ച് ടൈപ്പ് ഓഫ് മൈക്രോബ്സ് ആർ ഡോമിനൻറ്റ് ഇൻ കമ്പോസ്റ്റ്? ഓപ്ഷൻസ് ഹേലോഫൈൽസ്, ടെർമോഫൈൽസ്, മീസോഫൈൽസ്, എക്സ്ട്രീമോഫൈൽസ്. Correct answer option B, thermophiles. Next one, which is the first detectable product of nitrogen fixation? Options carbon, nitrogen, ammonia, sulfur. Correct answer ഏതാ? ഓപ്ഷൻ സി, അമോണിയ ആണ് ഫസ്റ്റ് ഡിറ്റക്റ്റബിൾ പ്രോഡക്റ്റ് ഓഫ് നൈട്രജൻ എന്ന് പറയുന്നത്. Which enzyme is present in symbiomes? Options phosphatase, nitrogenase, lipase, protease. ഏത് എൻസൈം ആണ് പ്രസന്റ് ആയിട്ടുള്ളത്? ഓപ്ഷൻ ബി, നൈട്രോജനേസ് എൻസൈം ഈസ് പ്രസന്റ് ഇൻ സിംബയോസം. നെക്സ്റ്റ് വൺ, ഇൻ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ ആക്ടിനോമൈസിഡ്സ് ഈസ് ഇൻ അസോസിയേഷൻ വിത്ത് ഡാഷ്. ഓപ്ഷൻസ് ലെഗ്യൂംസ്, നോൺ ലെഗ്യൂംസ്, ഫേൺ, നൺ ഓഫ് ദീസ്. ഏതാണ് ആൻസർ വരിക? നോൺ ലെഗ്യൂംസ്. ഇൻ സിംബയോട്ടിക് നൈട്രജൻ ഫിക്സേഷൻ ആക്ടിനോമൈഡ്സ് ഈസ് ഇൻ അസോസിയേഷൻ വിത്ത് ആരുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്? നോൺ ലെഗ്യൂംസുമായിട്ടാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, ഡ്യൂറിങ് നൈട്രജൻ ഫിക്സേഷൻ അസെറ്റൈലിൻ ഈസ് റെഡ്യൂസ്ഡ് ടു. ഓപ്ഷൻസ് എത്തിലീൻ, അസിറ്റാൽഡിഹൈഡ്, അമോണിയ, നൈട്രേറ്റ്. ഡ്യൂറിങ് നൈട്രജൻ ഫിക്സേഷൻ അസറ്റിലീൻ റെഡ്യൂസ് ചെയ്തിട്ട് എന്താ ആവുന്നത്? എത്തിലീൻ. ഓപ്ഷൻ എ, എത്തിലീൻ. ഇൻ നൈട്രിഫിക്കേഷൻ പ്രോസസ് നൈട്രേറ്റ്സ് ആർ കൺവേർട്ടഡ് ഇൻ ടു നൈട്രേറ്റ്സ് ബൈ. ഓപ്ഷൻസ് നൈട്രോസോമോണാസ്, നൈട്രോസോകോക്കസ്, നൈട്രോസോമോണാസ് യൂട്രോഫ, നൈട്രോബാക്ടർ. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. നൈട്രോബാക്ടർ. നൈട്രിഫിക്കേഷൻ പ്രോസസ്സിൽ നൈട്രേറ്റ്സ് കൺവേർട്ട് ചെയ്തിട്ട് നൈട്രേറ്റ്സ് ആവുന്നു. ആരാ അങ്ങനെ ആക്കുന്നത്? നൈട്രോബാക്ടർ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ, ദ ബയോ റെമഡിയേഷൻ പ്രോസസ് ഇൻവോൾവിംഗ് ദ യൂസേജ് ഓഫ് പ്ലാന്റ്സ് ടു ഡിഗ്രേഡ് പൊല്യൂട്ടൻസ് ഈസ്. ഓപ്ഷൻസ് കമ്പോസ്റ്റിംഗ്, ബയോപൈൽ, ഫൈറ്റോ റെമഡിയേഷൻ, ലാൻഡ് ഫാമിംഗ്. ഇവിടെ കറക്റ്റ് ആൻസർ ഏതാ വരുന്നത്? ഫൈറ്റോ റെമഡിയേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രോസസ് ഓഫ് ക്രഷിംഗ് ആൻഡ് ഗ്രൈൻഡിംഗ് ഓഫ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് റിഫ്യൂസ് ഈസ് നോൺ ആസ്. ഓപ്ഷൻസ് പൾവറൈസേഷൻ, ഷ്രെഡിംഗ്, കളക്ഷൻ, സോളിഡ് വേസ്റ്റ് സെപ്പറേഷൻ. കറക്റ്റ് ആൻസർ പൾവറൈസേഷൻ. എന്താണ് പൾവറൈസേഷൻ? ദ പ്രോസസ് ഓഫ് ക്രഷിംഗ്, പൊടിക്കുക, അതുപോലെ ഗ്രൈൻഡ് ചെയ്യുക, ഓഫ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് റിഫ്യൂസ് ഈസ് നോൺ ആസ് pulverization. Next one, bioremediation is a technology which is being extensively utilized in controlling. Options global warming, melting of glaciers, ozone depletion, heavy metal pollutions. Correct answer option D, heavy metal pollutions. Next one, which of the following is not a biogeochemical cycle? Options ozone cycle, water cycle, nitrogen cycle, oxygen cycle. Correct answer ഏതാണ്? Oxygen cycle. It is not a biogeochemical cycle. Next one, when algae grow on surface of water, it prevents.
Options: excess of bacteria in water, excess of sunlight in water, growth of fungi, growth of worms and mosses. Correct answer ഏതാണെന്നറിയോ? ഓപ്ഷൻ ബി ആണ്. Excess of sunlight in water. When algae grow on surface of water, it prevents the excess of sunlight in water. വെള്ളത്തിലേക്കുള്ള സൺലൈറ്റിൻ്റെ എക്സസിനെയാണ് പ്രിവെൻറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് ദ ഹെൽത്ത് ഇഫക്റ്റ് ഓഫ് excess fluoride in drinking water? Options: fluorosis, toothaches, lung disease, intestinal infection. എന്താണ്? എക്സസ് ആയിട്ടുള്ള ഫ്ലൂറൈഡ് ഡ്രിങ്കിങ് വാട്ടറിൽ ഉണ്ടെങ്കിൽ എന്ത് ഹെൽത്ത് ഇഫക്റ്റാണ് വരുന്നത്? ഫ്ലൂറോസിസ്. നെക്സ്റ്റ് വൺ, വിച്ച് among the following methods can be used to remove the permanent hardness in water due to calcium or magnesium sulfate? Option: sulfonate method, nitrate method, zeolite method, none of these. അപ്പോൾ എന്താണ്? ഇതിലേത് മെത്തേഡാണ് യൂസ്ഡ് ടു റിമൂവ് ദ പെർമനൻറ്റ് ഹാർഡ്നെസ് ഇൻ വാട്ടർ? വാട്ടറിൻ്റെ പെർമനൻറ്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. ഡ്യൂ ടു കാൽസ്യം ഓർ മെഗ്നീഷ്യം സൾഫേറ്റ്. അപ്പോൾ ഏതാ ആൻസർ വരുന്നത്? സിയോലൈറ്റ് മെത്തേഡ്. ഓപ്ഷൻ ഡി, സിയോലൈറ്റ് മെത്തേഡാണ് നമ്മൾ പെർമനൻറ്റ് ഹാർഡ്നെസ് റിമൂവ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. Next one, the high amount of E. coli in water is the indicator of options: hardness of water, industrial pollution, sewage pollution, presence of chlorine in water. Correct answer: sewage pollution. Sewage pollution ആണ് നമ്മുടെ ആൻസർ വരുന്നത്. ഈക്കോളയൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഈക്കോളൈനെ ബേസ് ചെയ്തിട്ടൊക്കെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ഹൈ എമൗണ്ട് ഓഫ് ഈക്കോളൈൻ ഇൻ വാട്ടർ എന്ന് പറഞ്ഞാൽ അത് എന്തിൻ്റെ ഇൻഡിക്കേറ്ററാണ്? സീവേജ് പൊല്യൂഷൻ ആണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യന്. 15 ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. വളരെ നന്നായിട്ട് തന്നെ എല്ലാവരും പഠിക്കുക. ഓക്കെ, താങ്ക് യു.